നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കറണ്ട് ബില്ല് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്താ? എമൗണ്ടാ. എന്തിനാ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യം കുറവാണോ എന്നറിയാം. അത് തന്നെയാണ് ഞാനും നിങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയാൽ അറിയാം, കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കൾക്കും ACD എന്ന് പറഞ്ഞ് നമ്മളറിയാതെ 100 കണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നിങ്ങളുടെ ബില്ലിലും ഈ പൈസ കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കറണ്ട് ബില്ലിന്റെ ഓരോ പിരിവും ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് 594 രൂപ 45 പൈസ. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ കൺസ്യൂമർ ഉപയോഗിച്ച ചാർജ്. അദ്ദേഹത്തിന്റെ ബില്ല് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 2722 രൂപ, 1200 രൂപ അധികമായി പിടിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടി തുടങ്ങിയല്ലേ? ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു കടയിൽ നിന്ന് 5 കിലോ അരി മേടിക്കുകയാണെന്ന് വെച്ചോ. അപ്പം 1 കിലോ അരിക്ക് 50 രൂപയാണെന്നുണ്ടെങ്കിൽ 5 കിലോ അരിക്ക് 250 രൂപ കൊടുത്താൽ പോരെ? അല്ല, കടക്കാരൻ പറയാണ്, അല്ല ഇതിൻ്റെ കൂടെ ഒരു 500 രൂപയും കൂടി വേണമെന്ന് പറഞ്ഞാലോ? നമ്മൾ എന്തിനാണെന്ന് ചോദിക്കും അല്ലേ? എപ്പോഴെങ്കിലും നമ്മൾ KSBയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ഫീസ് ഊരുമെന്ന് പേടിച്ച് കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കുമല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന ബില്ലിൻ്റെ എനർജി ചാർജ് 1594 രൂപ 45 പൈസ ഉണ്ടായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് എത്രയാണെന്നറിയാമോ? 2722 രൂപ, 1200 രൂപ അധികമായി പിടിച്ചിരിക്കുന്നു. എന്തിനാണെന്നല്ലേ? എന്തിനാണ് പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കറണ്ട് ബില്ലിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡ്യൂട്ടി 10%. നിങ്ങളുടെ കറണ്ട് ബില്ലിലെ ഡ്യൂട്ടി ചാർജ് എത്രയാണെന്ന് നോക്ക്. ഇവിടെ 159 രൂപ 45 പൈസ. തീർന്നിട്ടില്ല, അടുത്തുണ്ട് ഫ്യൂവൽ ചാർജ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? KSBയുടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഫ്യൂവൽ ചാർജ് കൊടുക്കണം. നമ്മൾ ഫ്യൂവൽ ചാർജ് കൊടുക്കണോ? എന്തിനാ ഈ ഫ്യൂവൽ ചാർജ് എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. 31 രൂപ 51 പൈസ. എന്ത് ഫ്യൂവൽ ചാർജ്? ഇവര് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണോ കത്തിക്കുന്നത്? നിങ്ങൾക്കറിയെങ്കിൽ ഈ ഫ്യൂവൽ ചാർജിന്റെ സംഭവം ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല ഈ സംഭവം. ഇനിയിപ്പോൾ ചിലപ്പം അവരവിടെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതായിരിക്കും, അതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം കൽക്കരിയും നാഫ്തയൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചായിരിക്കും. എടോ, അതെല്ലാം കൂടെ ചേർത്തിട്ടല്ലേ നമുക്ക് കറണ്ട് ബില്ല് തരുന്നത്. അതായത് ഉത്തമ, ഒരു സാധനം വിൽക്കുമ്പം അതിന്റെ ഉൽപാദന ചെലവും കൂടി ചേർത്തിട്ടല്ലേ പിന്നെയും നമ്മൾ എന്തിനാണ് ഈ ഫ്യൂവൽ ചാർജ് കൊടുക്കുന്നത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. തീർന്നില്ല, ഇനിയൊരു ഫിക്സഡ് ചാർജ് ഉണ്ട്. വെറുതെ ഒരു 240 രൂപയും കൊടുത്താൽ മതി. തീർന്നു, സംഭവം തീർന്നു. സുഹൃത്തെ, ഇനിയെങ്കിലും നിങ്ങളുടെ കറണ്ട് ബില്ലൊന്ന് എടുത്തിട്ട് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ഒന്ന് നോക്ക്. കറണ്ട് ബില്ലിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. എന്തിനാണ് നമ്മൾ ഫിക്സഡ് ചാർജ് കൊടുക്കുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമല്ലേ, ആ സാധനത്തിന് എനർജി ഇടാം. അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ചാർജ് കൂടാതെ ഫ്യൂവൽ ചാർജ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഫിക്സഡ് ചാർജ് എന്തിനാ? അടുത്ത മീറ്റർ റെന്റ്. ഈ മീറ്റർ ആരുടെയാ? നമ്മുടെയാ, നിങ്ങളുടെയാ. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സുഹൃത്തെ ഈ ഒരു മീറ്റർ. നമ്മൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാ ഈ മീറ്റർ. അതിനും നമ്മൾ വാടക കൊടുക്കണം. എന്തായില്ലേ? ഇപ്പം നമ്മളൊരു കാറോ ബൈക്കോ മേടിക്കുകയാണെന്ന് വെച്ചോ. ഈ ഒരു വണ്ടിക്ക് മാസാമാസം റെൻറ്റ് കൊടുക്കണമെന്ന് MBD പറഞ്ഞാലോ? MBD ഇത് പോയി പണി നോക്കാൻ പറയൂലേ? ഇതേ ഒരു സംഭവമാണ് KSB നമുക്കിട്ട് പണിയുന്നത്. പോട്ടെ, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ മാസം റെൻറ്റും കൊടുത്ത് ഇനി നമ്മൾ GSTയും കൂടെ കൊടുക്കണം ഈ മീറ്ററിന്. എന്താ അല്ലേ സുഹൃത്തെ? ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ഇതെല്ലാം നമ്മുടെ കറണ്ട് ബില്ലിലുള്ളതാ. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമുക്കൊരു തുക വരുന്നത്. അടുത്ത ഓട്ടോ റിക്കവറി. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, ഒരു പിടുത്തമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് പിടിച്ചോളും, കുഴപ്പമില്ല. ഓട്ടോ റിക്കവറി. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വട്ടം എത്തിക്കാൻ വേണ്ടി റൗണ്ട് ഓഫ്. അതായത് ഇപ്പോൾ 96 രൂപയാണെന്നുണ്ടെങ്കിൽ 4 കൂടെ ഇട്ട് 100 ആക്കുന്നത് പോലെ ഒരു പരിപാടി, റൗണ്ട് ഓഫ്. ഈ റൗണ്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 25 പൈസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 2 രൂപ ആയിക്കോട്ടെ, 1 കോടി വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കെ എത്ര രൂപയായിരിക്കും KSBയിലോട്ട് വന്ന് മറിയുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കറണ്ട് ബില്ലിലും ഇതൊക്കെ തന്നെയാണോ? എത്രയൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത് KSB എന്നറിയാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടണേ. അടുത്ത വീഡിയോ കാണാം.